വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അകത്തേക്ക് കയറാനൊരുങ്ങുന്ന ശാലിനിയോട് നിൽക്ക്, എന്താ ഉദ്ദേശമെന്ന് വസുമതി തിരക്കുന്നു. അന്നേരം ശാലിനി പറയുകയാണ്, സംസാരിക്കാനുണ്ട് ആൻറ്റി എന്ന്. അന്നേരം സംസാരമൊക്കെ കഴിഞ്ഞു, നീയും അതിന് സാക്ഷിയായിരുന്നില്ലേ, എല്ലാം അവസാനിച്ചു എന്ന് വസുമതി പറയുകയാണ്. അന്നേരം സ്വയം ഒന്ന് സഹിച്ച് ശാലിനി ക്ഷമയൊക്കെ വരുത്തിയിട്ട് പറയുകയാണ്, സംസാരിച്ച് തീർക്കാനായിട്ട് ഇത് മാട് കച്ചവടമൊന്നും അല്ലല്ലോ എന്ന്. ഇത് ഇവരുടെ രണ്ടുപേരുടെയും ജീവിത പ്രശ്നമല്ലേ എന്നൊക്കെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം വസുമതി പറയുകയാണ്, നിനക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, ആ സംസാരത്തിലാണ് ഞാൻ വീണുപോയത്. അന്നേരം ശാലിനി വീണ്ടും തൊഴുതു പറയുകയാണ്, സംഭവിച്ചു പോയതിനൊക്കെ ഞാൻ ആൻറ്റിയോട് മാപ്പ് ചോദിക്കുന്നു. അന്നേരം ദേഷ്യത്തോടെ, മാപ്പ് ചോദിക്കേണ്ടത് ഞാനല്ലേ, അതും സത്യഭാമയുടെ കാല് പിടിച്ച് കടന്നുപോടി ഈ അസത്തിനെയും വിളിച്ചുകൊണ്ടെന്ന് വസുമതി ഉച്ചത്തിൽ ദേഷ്യത്തോടുകൂടി പറയുകയാണ്. അന്നേരം വസുമതിയോട് സംസാരിക്കാനായി അകത്തേക്ക് കടക്കാൻ നോക്കുന്നുണ്ട് വിഷ്ണു. അന്നേരം വിഷ്ണുവിൻ്റെ ദേഷ്യഭാവമൊക്കെ കണ്ട് വിഷ്ണുവിൻ്റെ കൈ അമർത്തി പിടിക്കുകയാണ് ശാലിനി. ഒന്നും പറയരുത്, ഒന്നും ചെയ്യരുത് എന്നുള്ള മട്ടിൽ. വിഷ്ണുവിൻ്റെ ദേഷ്യഭാവമൊക്കെ അർജുനും വസുമതിയും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് സംസാരിക്കണം ആൻറ്റി പ്ലീസ് എന്നൊക്കെ ശാലിനി പറയുകയാണ്. തുടർന്ന് ശാലിനി ചേച്ചി ഒരു മിനിറ്റ് എന്ന് ചിത്ര പറഞ്ഞിട്ട് വസുമതിയും വിളിച്ചുകൊണ്ട് കുറച്ചപ്പുറത്തേക്ക് മാറി നിന്ന് സംസാരിക്കുകയാണ്. തുടർന്ന് വസുമതിക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയാണ് ചിത്ര. അമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും പരസ്യമായിട്ട് അപമാനിക്കുകയും ചെയ്ത ഒരുവളുടെ മകളെയല്ലേ ഇപ്പോൾ കാൽച്ചുവട്ടിൽ കിട്ടിയിരിക്കുന്നത്. അവളെ ഇങ്ങനെയെങ്ങ് പറഞ്ഞു വിടണോ അതോ കാൽച്ചുവട്ടിൽ വെച്ച് തേച്ചരയ്ക്കണോ എന്നൊക്കെ ചിത്ര ചോദിക്കുന്നുണ്ട്. തുടർന്ന് സത്യഭാമയോട് പ്രതികാരം ചെയ്യാൻ ഇതൊരു നല്ല അവസരമാണെന്ന് വസുമതി മനസ്സിലാക്കുകയാണ്. തുടർന്ന് ശാലിനിയോട് ചെന്ന് വസുമതി പറയുകയാണ്, എനിക്ക് താല്പര്യമുണ്ടായിട്ടല്ല, ചിത്ര പറഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് സംസാരിക്കാം. പക്ഷേ എൻ്റെ താല്പര്യം അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ചർച്ചയും അവസാനിപ്പിക്കേണ്ടി വരും. അതിനോടൊപ്പം ഈ ബന്ധവും അങ്ങ് അവസാനിപ്പിക്കേണ്ടി വരും. സമ്മതമാണെങ്കിൽ മാത്രം സംസാരിക്കാമെന്ന് വസുമതി പറയുന്നു. തുടർന്ന് സമ്മതമെന്ന് ശാലിനി പറയുമ്പോൾ എന്താണ് നിനക്ക് സംസാരിക്കാനുള്ളതെന്ന് വസുമതി ചോദിക്കുകയാണ്. സത്യാമ്മയുടെ വീട്ടിൽ നടന്നതൊക്കെ വസുമതി ആൻറ്റി മറന്ന് പ്രീതിയെ സ്വീകരിക്കണമെന്ന് ശാലിനി പറയുന്നു. അന്നേരം സാധ്യമല്ല എന്ന് ഉറക്കെ പറയുകയാണ് വസുമതി. അന്നേരം ചിത്ര വസുമതിയെ പിടിച്ചു പറയുകയാണ്, അമ്മ എന്തൊക്കെയായി പറയുന്നത്, പ്രീതിയെ പോലൊരു പെൺകുട്ടിയല്ലേ ഈ ഞാനും, നാളെ എനിക്കും ഈ ഒരവസ്ഥ വന്നാൽ അമ്മ ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ പ്രതികരിക്കുന്നത്. തുടർന്ന് ചിത്രയുടെ സംസാരമൊക്കെ കേട്ടിട്ട് വസുമതി പറയുകയാണ്, സത്യഭാമയുടെ വീട്ടിൽ നടന്നതെന്നും ഈ ജന്മത്ത് ഈ വസുമതി പൊറുക്കില്ല. പക്ഷേ പ്രീതിയെ ഞാൻ സ്വീകരിക്കാം. ഒരു ഉപാധിയുണ്ട്, DNA ടെസ്റ്റ്. അത് നടത്തിയാൽ മാത്രം പ്രീതിയെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ സ്വീകരിക്കാമെന്ന് വസുമതി തീരുമാനം അറിയിക്കുകയാണ്. അതുവരെ മിണ്ടാതിരുന്ന വിഷ്ണു അതെങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്ന് വസുമതി പറയുകയാണ്, നിന്റെ അമ്മയുടെ വാക്കിന് മാത്രമല്ല എൻ്റെ വാക്കിനും വിലയുണ്ട്. ഇവിടെ കയറി വന്ന് നീ പല ഷോയും കാണിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ വസുമതിക്ക് മുമ്പിൽ ഈ തല കുനിച്ചു നിൽക്കുന്ന ജാള്യം നിന്റെ മനസ്സിൽ കിടന്ന് വല്ലാതങ്ങ് പെരുകുന്നുണ്ടല്ലോ. പക്ഷെ അത് സാരമില്ല, ഇത് നിന്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് വരവ് വെച്ചോ എന്ന് വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കി വസുമതി പറയുകയാണ്. അന്നേരം ദേഷ്യം കൊണ്ട് കൈയങ്ങ് ചുരുട്ടി പിടിച്ച് പല്ലൊക്കെ കടിച്ച് അമർത്തി നിൽക്കുകയാണ് വിഷ്ണു. അതൊക്കെ ശാലിനിയും ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് DNA ടെസ്റ്റിൻ്റെ ആവശ്യം എന്താണ്, ഇവരുടെ വയറ്റിലുള്ളത് എൻ്റെ കുഞ്ഞാണെന്ന് എനിക്ക് ഉറപ്പാണെന്ന് അർജുൻ പറയുകയാണ്. അന്നേരം വസുമതി പറയുകയാണ്, പക്ഷേ ഈ നാട്ടുകാർക്ക് ഉറപ്പില്ല. അവരുടെ മുമ്പിൽ തല കുനിച്ചു പിടിച്ച് നടക്കാനായിട്ട് ഈ വസുമതിക്ക് പറ്റില്ല. ടെസ്റ്റ് നടത്തണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ പ്രീതിയുടെ കുഞ്ഞിന് അച്ഛൻ വേണമെങ്കിൽ മാത്രം മതിയെന്ന് വസുമതി പറയുകയാണ്. അന്നേരം ആരും ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ വസുമതി എല്ലാവരെയും നോക്കിയിട്ട് പറയുകയാണ്, ശരി, ആർക്കും സമ്മതമില്ലെങ്കിൽ നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. തുടർന്ന് വസുമതി അങ്ങ് അകത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ അമ്മയെ ഒരു നിമിഷം DNA ടെസ്റ്റിന് എനിക്ക് സമ്മതമാണെന്ന് പ്രീതി അറിയിക്കുകയാണ്. പ്രീതി അത് പറയുന്നത് വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ്. അന്നേരം പ്രീതിന്ന് അർജുൻ വിളിക്കുന്നുമുണ്ട്. ഇതൊക്കെ സങ്കടത്തോടെ കേട്ടു നിൽക്കുകയാണ് വിഷ്ണു. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, പ്രീതിക്കും അർജുനേട്ടനും ഇനി ഒരുമിച്ച് താമസിക്കുന്നതിന് സമ്മതക്കുറവൊന്നും ആൻറ്റിക്ക് ഇല്ലല്ലോ എന്ന്. അതിന് ഒരു തടസ്സവുമില്ല. പ്രീതിക്ക് ഈ വീട്ടിൽ തന്നെ താമസിക്കാം. പക്ഷേ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ പറ്റില്ല. അന്നേരം ആൻറ്റി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം വസുമതി പറയുകയാണ്, ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കണമെങ്കിൽ ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വരണം, എങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ആരും വിഷമിക്കുകയൊന്നും വേണ്ട, DNA ടെസ്റ്റിനുള്ള ഏർപ്പാട് നാളെ തന്നെ ചെയ്യാം. അപ്പോൾ എല്ലാം ക്ലിയർ ആയില്ലേ എന്നും വസുമതി ചോദിക്കുന്നുണ്ട്. അന്നേരം അത് തന്നെയാണ് വേണ്ടതെന്ന് പ്രീതിയും പറയുകയാണ്. അഗ്നിപരീക്ഷ നേരിട്ട സീതാദേവിയുടെ അതേ പരിശുദ്ധിയോടുകൂടി തന്നെ എനിക്ക് അർജുനേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനെന്ന് പ്രീതി പറയുകയാണ്. അന്നേരം കളിയാക്കി വസുമതി പറയുകയാണ്, ഒരു വർഷക്കാലം സത്യഭാമയുടെ കൂടെ നിന്നതുകൊണ്ട് 5 ഡയലോഗൊക്കെ ഇവൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന്. തുടർന്ന് തൻ്റെ ഒരു ഉപാധി കൂടി വസുമതി പറയുകയാണ്, ടെസ്റ്റ് റിസൾട്ട്
കിട്ടുന്നത് വരെ ഇവളെ അന്വേഷിച്ച് ഇവിടേക്ക് ആരും വരാനും പാടില്ല, ഇവളെങ്ങോട്ടും പോകാനും പാടില്ല. ഇതിനൊന്നും ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം മതിയെന്ന് വസുമതി വീണ്ടും പറയുകയാണ്. അന്നേരം ഞങ്ങൾക്കൊക്കെ സമ്മതമാണെന്ന് ശാലിനി വീണ്ടും പറയുന്നു. അന്നേരം വസുമതി പറയുകയാണ്, എങ്കിൽ ശരി, എനിക്കൊന്നും പറയാനില്ല, മക്കളൊക്കെ അങ്ങ് വിട്ടോ. പറഞ്ഞത് മനസ്സിലാകാതെ ശാലിനി ഒന്ന് നോക്കുമ്പോൾ വസുമതി വീണ്ടും പറയുകയാണ്, ഇവളെ ഇവിടെ നിർത്തിയിട്ട് നിങ്ങളൊക്കെ അങ്ങ് പൊയ്ക്കോളാൻ. തുടർന്ന് ശാലിനിയും വിഷ്ണുവും പ്രീതിയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. വളരെ സങ്കടത്തോടു കൂടിയാണ് പ്രീതി അവരെ യാത്രയാക്കുന്നത്. പോകാൻ നേരം ശാലിനിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് പ്രീതി. തുടർന്ന് കണ്ണൊക്കെ നിറഞ്ഞ് യാത്ര പറയുകയാണ് വിഷ്ണു. എടി പോട്ടെ, പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടു കൂടി കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടി അവിടെ നിന്ന് ഇറങ്ങുകയാണ് വിഷ്ണു. തുടർന്ന് പ്രീതിയെയും കൂട്ടി അർജുൻ അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം ചിത്ര, എങ്ങനെയുണ്ട് അമ്മ എൻ്റെ ബുദ്ധി എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് വസുമതി പറയുകയാണ്, ഇത്രയും കുരുട്ട് ബുദ്ധി നിന്റെ തലയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തായാലും നീ വഴി പറഞ്ഞു തന്നത് നന്നായി. എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചവളെ എൻ്റെ കാൽ ചുവട്ടിൽ കിട്ടിയിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുകയാണ് വസുമതിയും ചിത്രയും. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ ഭാമയും രാഘവൻ നായരുമൊക്കെ പോയവരെ കാത്തിരിക്കുകയാണ്. അന്നേരം അവിടെ നിൽക്കുന്ന സുസ്മിത ചിന്തിക്കുന്നുണ്ട്, വസുമതി ആൻറ്റി പ്രീതിയെ വീട്ടിൽ കയറ്റി കാണുമോ, കയറ്റിയാൽ എല്ലാം തീർന്നോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് വിഷ്ണുവും ശാലിനിയും കൂടി അവിടേക്ക് തിരികെ എത്തുന്നത്. തുടർന്ന് വണ്ടി നിർത്തിയ ശേഷവും ഇറങ്ങാതെ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന വിഷ്ണുവിനെ ആശ്വസിപ്പിച്ച് ശാലിനി പറയുകയാണ്, വിഷ്ണുവേട്ടാ വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ പിന്നെ വസുമതി ആൻറ്റിക്കും സമാധാനമാകുമല്ലോ. പിന്നെ വസുമതി ആൻറ്റിയുടെ കണ്ടീഷൻ സത്യാമ്മ അറിയണ്ട, അറിഞ്ഞാൽ പിന്നെ എല്ലാം വീണ്ടും കുളമാകുമെന്ന്. ഞാനും അതാണ് ആലോചിച്ചത്. അമ്മ അറിഞ്ഞാൽ പ്രശ്നം വീണ്ടും ഗുരുതരമാവും, അമ്മ ശക്തിയായിട്ട് റിയാക്ട് ചെയ്യും എന്നൊക്കെ വിഷ്ണു പറയുകയാണ്. അന്നേരം ശാലിനി വീണ്ടും വിഷ്ണുവിനെ ആശ്വസിപ്പിക്കുകയാണ്, ഡോക്ടർ പരിശോധിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം പഴയപടി ആകുമല്ലോ, ഇത്രയും നമ്മളെ നേരിട്ടില്ലേ, ഇനി എല്ലാം ഫേസ് ചെയ്തല്ലേ മതിയാകൂ എന്നല്ലേ വിഷ്ണുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ശാലിനി. തുടർന്ന് വിഷ്ണുവും ശാലിനിയും കൂടി അകത്തേക്ക് കയറുമ്പോൾ പുറകിലോട്ടൊക്കെ നോക്കിയിട്ട് അയ്യോ പ്രീതി ഇല്ലല്ലോ, കുഴപ്പമായല്ലോ എന്നൊക്കെ വസുമതി ചിന്തിക്കുകയാണ്. വസുമതിയല്ല, സുസ്മിത ചിന്തിക്കുകയാണ്. അന്നേരം സത്യഭാമയും അവരുടെ പുറകിലേക്ക് നോക്കുന്നുണ്ട്, പ്രീതിയെ അവർ തിരികെ കൊണ്ടുവന്നോ ഇല്ലയോ എന്നൊക്കെ. അകത്തേക്ക് കയറുമ്പോൾ വിഷ്ണുവും ശാലിനിയും ചിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അന്നേരം പിറകിലോട്ട് നോക്കുകയാണ് സത്യഭാമ. തുടർന്ന് എന്തായി മോനെ എന്ന് രാഘവൻ നായർ തിരക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്, വസുമതി ആൻറ്റി പൂർണ്ണ മനസ്സോടുകൂടി പ്രീതിയെ സ്വീകരിച്ചു. അന്നേരം ഒരു കുഴപ്പവുമില്ലാതെ സ്വീകരിച്ചു എന്ന് സുസ്മിത സംശയം ചോദിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു പറഞ്ഞത് കേൾക്കുമ്പോൾ സത്യഭാമയ്ക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട്. തുടർന്ന് ശാലിനി സുസ്മിതയോട് ചോദിക്കുകയാണ്, അല്ല സുസ്മിതേ, നിനക്കവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാകണം എന്നാണോ ആഗ്രഹം? അതൊന്നുമല്ല, ഇവിടെ തീപ്പന്തം പോലെ നിന്ന വസുമതി ആൻറ്റി എങ്ങനെയാണ് അവിടെ താലപ്പൊലി കൊടുത്ത് പ്രീതിയെ സ്വീകരിച്ചത് എന്നെനിക്കൊരു സംശയമെന്ന് സുസ്മിത ശാലിനിയോട് തിരികെ മറുപടി പറയുന്നു. നീ എന്തിനാ ഇങ്ങനെ ജീവിതത്തിൽ നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്നത്? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിനക്ക് പോസിറ്റീവായിട്ട് ചിന്തിച്ചൂടെ എന്നും പറഞ്ഞ് രാഘവൻ നായർ സുസ്മിതയെ വഴക്ക് പറയുകയാണ്. ശരി, ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിച്ച് കളയാം, നമുക്കത് നേരിട്ട് പോയി കാണാം, വണ്ടി എടുക്കാം ആൻറ്റി, നമുക്കൊന്ന് അവിടം വരെ പോയിട്ട് വരാമെന്ന് സത്യഭാമയോട് പറയുകയാണ് സുസ്മിത. അന്നേരം എൻ്റെ അമ്മ ഇപ്പോൾ അവിടേക്ക് ആരും പോകണ്ടെന്ന് വിഷ്ണു പെട്ടെന്ന് പറയുകയാണ്. അന്നേരം സുസ്മിതയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ്. സുസ്മിത പറയുകയാണ്, അപ്പോൾ ഇവിടെ നിന്ന് ആരും ചെല്ലരുതെന്ന് നിബന്ധനയുണ്ട്. വേറെ എന്തൊക്കെ ഉപാധികളാണ് വസുമതി ആൻറ്റി പ്രീതി അവിടെ പാർപ്പിക്കാനായിട്ട് മുന്നോട്ട് വച്ചതെന്ന് സുസ്മിത ചോദിക്കുകയാണ്. സത്യഭാമയെ വിശ്വസിപ്പിക്കാനായി വിഷ്ണു പറയുകയാണ്, അങ്ങനെ ഉപാധികളൊന്നുമില്ല എൻ്റെ അമ്മയെ, പ്രീതിയെ നമ്മളിപ്പോൾ അവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഇനി തിരികെ അവിടേക്ക് വീണ്ടും ചെന്നാൽ ഇൻസ്പെക്ഷന് ചെല്ലുന്ന പോലെയല്ലേ അവർക്ക് തോന്നുന്നു, അവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിഷ്ണു ഭാമയോട് ചോദിക്കുകയാണ്. അന്നേരം അത് സമ്മതിക്കുകയാണ് സത്യഭാമയും. തുടർന്ന് സുസ്മിത മനസ്സിൽ കരുതുകയാണ്, തൽക്കാലം രക്ഷപ്പെട്ടോന്ന് കരുതിയാൽ മതി ശാലിനി, പക്ഷേ ഇത് ഞാൻ പൊളിച്ചടുക്കും ശാലിനി, നീ ഓർത്ത് വച്ചോന്നൊക്കെ ചിന്തിച്ച് സുസ്മിത അവിടെ തന്നെ നിൽക്കുന്നു. അത് കേട്ട പോലെ തിരികെ ശാലിനി മനസ്സിൽ പറയുകയാണ്, പൊളിച്ചെടുക്കാൻ നീ ഇങ്ങോട്ട് വന്നേക്കടി, ഇപ്പോൾ നീ ഏർപ്പാടാക്കി ടെസ്റ്റിനും കൂടി ചേർത്ത് നിനക്ക് ഒറ്റ മറുപടി ഞാൻ തരുന്നുണ്ട്. തുടർന്ന് ഞാനൊന്ന് കിടക്കട്ടെ, നല്ല തലവേദന എന്നും പറഞ്ഞ് സത്യഭാമയങ്ങ് റൂമിലേക്ക് പോവുകയാണ്. സത്യഭാമ പോയ ശേഷം അല്ല അത് വിഷ്ണു ഏട്ടാന്നും പറഞ്ഞ് വേറെന്തൊക്കെ പറയാനായിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് സുസ്മിത. അന്നേരം വിരൽ ചൂണ്ടി ദേ എന്ന് പറഞ്ഞിട്ട് പൊടി എന്ന് പറയുകയാണ് ദേഷ്യത്തോടെ വിഷ്ണു. അന്നേരം അത് കണ്ടെന്ന് പേടിച്ച് സുസ്മിത അങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും ആ നിൽപ്പൊക്കെ കണ്ടിട്ട് രാഘവൻ നായർക്ക് കാര്യം മനസ്സിലാകുകയാണ്. മോനെ സത്യത്തിൽ എന്താണെന്ന് ചോദിക്കുന്നു. അന്നേരം ഒന്നും മിണ്ടാതെ വിഷ്ണു നിൽക്കുമ്പോൾ അപ്പോൾ ടെസ്റ്റ് നടത്തും അല്ലേ എന്ന് രാഘവൻ നായർ പറയുകയാണ്. അന്നേരം ശാലിനി പറയുകയാണ്, നടത്തുന്നെങ്കിൽ നടത്തട്ടെ അച്ഛാ. അതോടുകൂടി പ്രീതിക്ക് നേരെയുള്ള ചൂണ്ടുവിരൽ വസുമതി ആൻറ്റിക്ക് പിൻവലിക്കേണ്ടി വരും. പിന്നെ അഗ്നിശുദ്ധിയോടുകൂടി പ്രീതിക്ക് തലയുയർത്തി പിടിച്ച് തന്നെ നിൽക്കാമല്ലോ.
പിന്നെ ജീവിതകാലം മുഴുവൻ പ്രീതിയെ സംശയിച്ചതിൻ്റെ പേരിലുള്ള പശ്ചാത്താപത്തിൽ ഉരുകി ജീവിക്കേണ്ടി വരും വസുമതി ആൻറ്റിക്ക് എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് മുകളിലേക്ക് കയറി പോകുന്നു. അതേസമയം റൂമിൽ പോയി സുസ്മിത ചിന്തിക്കുകയാണ്. പ്രീതി അവിടെ വസുമതി കുഞ്ഞമ്മ സ്വീകരിച്ചതോടുകൂടി പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, കാത്തിരുന്നല്ലേ പറ്റൂ, ഇനിയൊരു അവസരം വരും എന്നൊക്കെ ചിന്തിച്ച് സുസ്മിത റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഈ സമയത്ത് സുസ്മിതയുടെ കൂട്ടുകാരി അനാമിക ഫോൺ ചെയ്യുകയാണ്. ഞാൻ വീട്ടിലിരുന്ന് ബോറടിച്ചു, ഒന്ന് കറങ്ങിയിട്ട് വരാം, നീയും വരുന്നോന്ന്. അന്നേരം ഞാനും വരാം, ആൻറ്റിയോടൊന്ന് ചോദിക്കേണ്ട താമസമേ ഉള്ളൂ എന്ന് സുസ്മിത പറയുന്നു. എങ്കിൽ ശരി, കാറുമായിട്ട് ഞാൻ വരാമെന്ന് അനാമിക പറയുകയാണ്. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലേക്ക് ഒരു ഓട്ടോയിൽ ശാരദാമ്മ എത്തുകയാണ്. ശാരദാമ്മ ഓട്ടോയിൽ നിന്നും ഇറങ്ങുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു. ഓക്കെ, താങ്ക്